പിശാചായിരുന്നു. അവൻ കാവലായിട്ട് നിൽക്കുകയാണ് ആ പർട്ടിക്കുലർ പോയിന്റിൽ. നേരെ ആളുകൾ നേരെ ആ താക്കോലും പുള്ളിയുടെ കയ്യിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വരച്ചാക്കിയിരിക്കുന്നത്. കാരണം കാണുന്ന കാര്യങ്ങൾ മനുഷ്യ മനസ്സിന് കൂടുതൽ ദൃഢതയുണ്ട് കേൾക്കുന്നതിനേക്കാൾ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ശവപ്പെട്ടിയോട് ചേർന്ന് നിൽക്കുന്നത് ചെക്ക് പോസ്റ്റാണ്, സ്പിരിച്വൽ ചെക്ക് പോസ്റ്റ്. ഇതേ തുടർന്ന് ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മൾ പർപ്പസ് ഓഫ് ദ ചർച്ചിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതം വളരെ ക്ഷണികമാണ്, നിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ടി വിയിലൂടെ ഇത് പല പ്രാവശ്യം ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അസ്ഥിക്കൂടത്തിൻ്റെ സന്ദേശമാണ്. ഇത് കണ്ട് മനസ്സിലാക്കി ഷാർജയുടെ പ്രദേശത്ത് നിന്ന് 3 പേര് ഇത് കണ്ട് ഞങ്ങൾ അന്വേഷിച്ചു വന്നു. അവർ 3 പേരും യൂട്യൂബിലും കമ്പ്യൂട്ടറിൽ ഇത് കാണുകയും അന്വേഷിച്ച് വരികയും ചെയ്തു. മാത്രമല്ല അവർ 3 പേര് രക്ഷ അനുഭവത്തിൽ കടന്നു വന്നു. 3 പേര് സ്നാനപ്പെട്ടു. അതിലൊരാൾ മിനിഞ്ഞാന്ന് കോട്ടയത്ത് നിന്ന് അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കുടുംബമായിട്ട്. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒരു CD-യിൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഫ്രീ ആയിട്ട് തരും. ചോദിക്കണം. എന്നിട്ട് നിങ്ങളതിൻ്റെ കോപ്പി എടുത്ത് പലർക്കും കൊടുത്താൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ്. വീണ്ടെടുക്കപ്പെടുന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിൽ 3 ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ പലരും എക്സ്ട്രാ അനുഭവത്തിലേക്ക് നടത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ നിന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക്, പർപ്പസ് ഓഫ് ദ ചർച്ചിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ, നിങ്ങൾ രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നില്ലേ? കണ്ടില്ലേ? നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിയില്ലേ? എന്താ നിങ്ങൾ കണ്ടേ? നിങ്ങളുടെ മനോഹരമായ മുഖം കണ്ടല്ലേ? ഇനി സങ്കല്പിക്കണം അതൊരു 50 വർഷത്തിന് ശേഷമുള്ള മുഖമാണെന്ന്, അല്ലെങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷമുള്ള മുഖമാണെന്ന്. എങ്ങനെ ഇരിക്കും അത്? അതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ചുക്കിച്ചുളിഞ്ഞ് 100 വർഷത്തിന് ശേഷം ചുക്കിച്ചുളിഞ്ഞിരിക്കത്തുള്ളൂ അല്ലേ? 100 വർഷത്തിന് ശേഷം ആ മുഖം കാണത്തില്ല. ഉണ്ടെങ്കിൽ വികൃതമായ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ആ അസ്ഥിക്കൂടം തിരിച്ച് നമ്മളോട് പ്രസംഗിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 7 മിനിറ്റാണ് ആ സന്ദേശം. പക്ഷേ 7 മിനിറ്റ് ആണെങ്കിലും 70 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ അത് 7 മിനിറ്റ് കൊണ്ട് പറയും. അപ്പോൾ ആ അസ്ഥിക്കൂടം തിരിച്ച് പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ CDs ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സ്വയം വഞ്ചിതരാകരുതേ പ്രിയരെ. നിങ്ങൾ ഇന്ന് കാണുന്ന അസ്ഥിക്കൂടമായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്. ഞാൻ ഇങ്ങനെയായിരുന്നില്ല മുമ്പ്, ഞാൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല മുമ്പ്. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ജനിച്ചു. നിങ്ങൾ ഉദരത്തിൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കുണ്ടായതുപോലെ തന്നെ സന്തോഷം എൻ്റെ മാതാപിതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എൻ്റെ മാതാപിതാക്കന്മാരുടെ ലാളനയും ചിരിയും കളിയും എല്ലാമായി ഞാൻ വളർന്നു. സ്വയം ഇതെവിടെ പറയുന്നേ? യാക്കോബിലാ. നിങ്ങൾ വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്ന ആത്മവഞ്ചകരാകരുതെന്ന്. സ്തോത്രം. അപ്പോൾ ഇത് അവതരിപ്പിച്ച് കാണിച്ചു. നിങ്ങൾ ഇതിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുകയും അതോടൊപ്പം തന്നെ CDs വാങ്ങിച്ചു കൊടുക്കുകയും
നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ പർപ്പസ് ഓഫ് ദ ചർച്ചിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്ന് നമ്മളോട് പറഞ്ഞ മെയിൻ സന്ദേശം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഏത് രാജ്യം സമീപിച്ചു? ദൈവരാജ്യം. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു രാജ്യം മാത്രം, ഒരു സ്പിരിച്വൽ കിങ്ഡം മാത്രം കീഴടക്കി ഭരിക്കുന്ന ഈ ലോകത്തിലോട്ട് ഇതാ വേറൊരു സ്പിരിച്വൽ കിങ്ഡം കൂടി വരികയാണ്. പിശാച് ഈ ലോകത്തെ അടക്കി വാഴുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ ആ ഭാഗത്തേക്ക് വേറൊരു കിങ്ഡം കടന്നു വരികയാണ്. 1 യോഹന്നാൻ 5:19 വായിച്ച്. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നു, ഹി കൺട്രോൾസ് ദ ഹോൾ വേൾഡ്. മുഴുവൻ ലോകത്തെയും അവൻ കൺട്രോൾ ചെയ്യുകയാണ്, തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലോട്ട് ഇതാ വേറൊരു രാജ്യം കൂടി കയറി വരികയാണ്. ഇതൊരു സ്പിരിച്വൽ കിങ്ഡമാണ്. അതിനോടൊപ്പം തന്നെ വേറൊരു കിങ്ഡം കൂടി കയറി വരുന്നു. ഇത് മൊത്തം അന്ധകാരമാണ്. ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പൈശാചക്തിയാണ്. എന്നാൽ ഈ ആത്മീയ കിങ്ഡത്തിലേക്ക് മറ്റൊരു കിങ്ഡം കൂടി കടന്നു വരികയാണ്. ഇതാണ് സ്നാപക യോഹന്നാന്റെയും കർത്താവ് യേശുവിന്റെയും. മത്തായി 3:1 വായിച്ച്, 1-2 വായിച്ച്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ച് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഒരു രാജ്യം സമീപിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, മനുഷ്യൻ പിശാചിന്റെ അന്ധകാരത്തിൽ പിശാചിന്റെ രാജ്യത്തിന്റെ കീഴിൽ കിടക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു സന്ദേശം വരികയാണ്.
ഇതാ ഇങ്ങോട്ടേക്ക് മറ്റൊരു രാജ്യം വരുന്നു. ഈ അർത്ഥത്തിൽ നമ്മൾ സാധനം എടുക്കത്തില്ല. സർവ്വലോകം എവിടെ കിടക്കുന്നു? ദുഷ്ടന്റെ രാജ്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ കിങ്ഡം ആണോ, ഫിസിക്കൽ കിങ്ഡം ആണോ? ആത്മീയ രാജ്യമാണോ, ഭൗതിക രാജ്യമാണോ? പിശാച് ഇനി നമ്മളെപ്പോലെ ശരീരമൊന്നും ഇല്ല, സ്പിരിറ്റാ. ആത്മീയ രാജ്യമാ. ദുഷ്ടരാജ്യം എന്ന് വെച്ചാൽ ആത്മീയ രാജ്യമാ. ഇന്ന് ലോകം ആ ദുഷ്ടരാജ്യത്തിന്റെ കീഴിൽ കിടക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള രാജ്യത്തേക്ക് ഇതാ മറ്റൊരു രാജ്യവും കൂടി വരുന്നു. ആ രാജ്യത്തിന്റെ പേര് പറയാണ് ദൈവരാജ്യം വരുന്നു. ദുഷ്ടന്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ഇതാ വേറൊരു രാജ്യവും കൂടി വരികയാണ്. ദൈവരാജ്യം അങ്ങോട്ടേക്ക് വരികയാണ്. സ്തോത്രം. അപ്പോ രണ്ട് പവറായി കൺട്രോൾ ചെയ്യുന്നത്. തുടർന്ന് ആ രാജ്യം വന്നു കഴിഞ്ഞു. ദൈവവചനം മത്തായി 12:28 പറയുകയാണ്, ഞാൻ ദൈവാത്മാവാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു. ദൈവരാജ്യത്തിന്റെ ഇടയിൽ വന്നു. സ്പഷ്ടം. വാക്യം ഒന്ന് വായിച്ചേ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി കർത്താവിന്റെ ആ പ്രസംഗം എല്ലാം ദൈവരാജ്യത്തെ കുറിച്ചാണ് കർത്താവ് പ്രസംഗിച്ചിട്ട് പോയത്. താൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായിട്ട് കർത്താവ് എന്താ അവരോട് പറഞ്ഞേ, എന്താ പഠിപ്പിച്ചു കൊടുത്തേ? വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, രോഗസൗഖ്യം ഭൂതസൗഖ്യ കാര്യങ്ങളല്ല, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. എന്താ പറഞ്ഞു കൊടുത്തേ? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഇതെനിക്ക് പ്രത്യേക ഒരു പോയിന്റിന് വേണ്ടി ഇത് പറയുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്താ? കർത്താവ് വന്ന സമയം മുതൽ ഇത് ഒരു ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ശ്രദ്ധിക്കുക. വന്നപ്പോൾ കർത്താവ് പ്രസംഗിച്ച സബ്ജക്റ്റ് ഏതായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. തുടർന്നുള്ള ഓരോ പ്രസംഗവും നിങ്ങൾ നോക്കിക്കണ്ട് അറിയാം. ദൈവരാജ്യം ഇതിനോട് ഉപമിച്ചിരിക്കുന്നു, പുളിച്ച മാവിനോട്, കടുകിനോട്, ഇങ്ങനെ നിധിയ, ഓരോ കാര്യങ്ങളും ദൈവരാജ്യം 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 ഒക്കെ പറഞ്ഞങ്ങ് പോയി. 3 വർഷത്തെ കോഴ്സ്, 3.5 എന്ന് കൂട്ടിക്കോ, ഗ്രാജുവേഷൻ. ഒറ്റ സബ്ജക്റ്റ് ദൈവരാജ്യം. അതിൻ്റെ ഉള്ളെല്ലാം വിട്ടു. സ്തോത്രം. അതിനുശേഷം 40 ദിവസത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഒറ്റ സബ്ജക്റ്റ് ഏതാ? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. സ്തോത്രം. അപ്പൊ കർത്താവ് തന്റെ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചത് മുഴുവൻ എന്തിനെ കുറിച്ചാ? എന്നാൽ ഒരു ദയനീയമായ കാര്യം പറയട്ടെ. ദയനീയമായ കാര്യം. ഇന്ന് ഞാനടക്കം ദൈവത്തിൻ്റെ, അതായത് ബൈബിൾ സ്കൂളിൽ നിന്ന്, ബൈബിൾ കോളേജിൽ നിന്ന് ദൈവദാസന്മാരുടെ ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ കർത്താവ് തുടക്കം മുതൽ അവസാനം വരെ പഠിപ്പിച്ച സബ്ജക്റ്റായ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു കാര്യം സിലബസിലില്ല. പഠിപ്പിക്കുന്ന സിലബസിലില്ല. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലില്ല. 3 വർഷം പഠിച്ചു.